സ്ത്രീലിംഗവും പുല്ലിംഗവും രണ്ടും കൂടെ എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. സ്ത്രീ പുരുഷൻ ഇത് രണ്ടും കൂടെ സംയോജിച്ചാണ് അടുത്തൊരു തലമുറ ഉണ്ടാകുന്നതല്ല. അപ്പോൾ അതിനെ സങ്കല്പിച്ച് കണ്ടുപിടിച്ച ഒരു ലോഗോ അല്ല ഒരു ഐക്കൺ ആണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഞാൻ പറഞ്ഞത് സ്ത്രീയും പുരുഷനും ചേർന്നിട്ടുള്ള ഒരു സങ്കല്പത്തെ ആരാധിക്കുന്നു, അതിലെന്താ കുഴപ്പം? പക്ഷേ ഈ വിശ്വാസികളായിട്ടുള്ളവർ എന്ത് മനസ്സിലാക്കിയിട്ടാണ് അവിടെ പോയി പ്രാർത്ഥിക്കുന്നത്, ഇത് കണ്ട് പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ ലിംഗം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ പുരുഷൻ്റെ ജനനേന്ദ്രിയാണെന്ന് വിചാരിച്ച് പുരുഷൻ്റെ ജനനേന്ദ്രിയം മാത്രമാണെന്ന് വിചാരിച്ചിട്ട് കളിയാക്കുന്ന ആളുകളുണ്ടല്ലോ. അത് ലിംഗം എന്ന് കേൾക്കുമ്പോൾ അയ്യേ മറ്റേതാണ് അയ്യേ എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരാം. ലിംഗം എന്ന് പറഞ്ഞാൽ പുരുഷൻ്റെ ജനനേന്ദ്രിയമാണെന്ന് വിചാരിക്കുന്ന ഒരാളുടെ കയ്യിലോട്ട് ഈ ഫോം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്ത് എഴുതുമായിരിക്കും? പുരുഷനാണെങ്കിൽ അവനുണ്ടെന്നും സ്ത്രീ ആണെങ്കിൽ ഇല്ലെന്നും എഴുതി വെക്കുമോ? അതായത് ഇവർ ഉദ്ദേശിക്കുന്ന സംഭവം അതാണെങ്കിൽ അങ്ങനെയല്ലേ എഴുതി വെക്കാൻ പറ്റുള്ളൂ.